Hello students, welcome to the fifth session of the fourth module. Today we will be doing some problems in the area called kinetics of a body. So kinetics is all about the study of moving body. So this is a question. A man weighing W Newton entered a lift which moves with an acceleration of a meter per second square. Find the force exerted by the man on the floor of lift when lift is moving downward, lift is moving upward. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ലിഫ്റ്റിലുള്ള ഒരു മാൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, എ എന്നുള്ളൊരു ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ലിഫ്റ്റ്. അപ്പോൾ ലിഫ്റ്റിന് ആക്സലറേഷൻ എന്ന് വെച്ചാൽ ലിഫ്റ്റ് ഈസ് മൂവിങ്. ഒന്നാമത്തെ കേസ് ഡൗൺവേർഡ്സും ഉണ്ട്, അപ്വേർഡ്സും ഉണ്ട്. അപ്പോൾ ഒരു മൂവിങ് ബോഡിയാണെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ദിസ് ഈസ് ഓൾ അബൌട്ട് കൈനറ്റിക്സ്. ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ല വേണ്ടത്, വി നീഡ് ഡൈനാമിക് ഇക്വിലിബ്രിയം. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഡൈനാമിക് ഇക്വിലിബ്രിയം. So in order to obtain the equation for dynamic equilibrium, we must apply D'Alembert's principle ഇവിടെ ആവശ്യം. D'Alembert's principle നമുക്ക് D'Alembert's principle already have learned in the previous session, but some of you may be having some confusions. നമുക്കത് ഇന്ന് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ it will be clear. Okay, so first case എന്ന് പറയുന്നത് ലിഫ്റ്റ് ഈസ് മൂവിങ് downward ആണ്. ലിഫ്റ്റ് ഈസ് മൂവിങ് downward direction. സോ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ man is weight. We are drawing the free body diagram of that man. The weight of the man is actually W. So this is W downwards. Okay. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മാൻ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ്. അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മാൻ ഓൺ ദ ഫ്ലോർ ഓഫ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ലിഫ്റ്റിൻ്റെ മുകളിൽ മാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ ഫ്ലോറിൻ്റെ മുകളിൽ മാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് വെച്ചാൽ തിരിച്ച് ലിഫ്റ്റ് മാൻ്റെ മുകളിലും എന്ത് എക്സേർട്ട് ചെയ്യും? ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ആ റിയാക്ഷൻ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? അപ്വേർഡ് ഡയറക്ഷൻ. കാരണം മാൻ ലിഫ്റ്റിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പറയുന്നത് താഴേക്കായിരിക്കും. ലിഫ്റ്റ് തിരിച്ച് മാൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത് റിയാക്ഷൻ ഫോഴ്സ്, അത് അപ്വേർഡ് ആയിരിക്കും. അതായത് ഡൗൺവേർഡ് ഫസ്റ്റ് കേസിൽ R1 ആണ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനായിരിക്കാം. ഡയറക്ഷൻ മുകളിലേക്കാണ്, കാരണം ലിഫ്റ്റ് നമ്മൾ മാൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് മാൻ ആണ്. അപ്പോൾ R1 മുകളിലേക്ക്. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിഫ്റ്റാണ് വരയ്ക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്സ്, ബിക്കോസ് മാൻ ഈസ് എക്സേർട്ടിങ് ഓൺ ദി ലിഫ്റ്റ് ഡൗൺവേർഡ്സ്. ഈ രണ്ട് ഫോഴ്സസ് ആയി അല്ലേ? കഴിഞ്ഞോ? ഇല്ല. If it was static equilibrium, this is enough. But since the lift is moving, lift will be having an acceleration A. So നമുക്ക് ഇത് അനലൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദ ലിഫ്റ്റ്. അപ്പോൾ ഇവിടെ acceleration, since lift is moving downwards, acceleration will be downwards അല്ലേ? അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്തായിരിക്കും? ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ആണ്. ഇനേർഷ്യ ഫോഴ്സ് മാസ് ഇൻറ്റു എ മുകളിലേക്കായി ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. സോ മാസ് ഇൻറ്റു എ മുകളിലേക്കാണ്. എന്താണ് മാസ്? മാസ് ഈസ് ഈക്വൽ ടു നമ്മളെ മാൻ്റെ ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി മാനാണ്. ലിഫ്റ്റ് അല്ല, മാനാണ്. നമ്മൾ മാനെയാണ് കൺസിഡർ ചെയ്യുന്നത്. മാൻ, ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദ മാൻ. സിൻസ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്, മാൻ ഈസ് മൂവിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ആക്സലറേഷൻ ടുവേഴ്സ് ഡൗൺവേർഡ്സ്. സോ ദ ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദ മാൻ വിൽ ബി in upward direction. So mass of the man will be nothing but weight of the man divided by
weight of the man divided by acceleration due to gravity. So m is equal to w by g. So mass into acceleration is nothing but w by g into a. So you can see here, instead of ma, you can write the inertia force as w by g into a. So the red color, the term I have written in red color is nothing but inertia force. So there are now three forces. One is W, one is R1, and third one is inertia force W by G. W by G into A. Now consider all the three forces, and the sum of all the three forces will be 0. So that equation will give you the dynamic equilibrium. ഞാണെങ്കിൽ മൂന്ന് ഇക്വേഷൻ W നമ്മൾ അപ്വേർഡ് പോസിറ്റീവ് ഡൗൺവേർഡ് നെഗറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്വേർഡ് പോസിറ്റീവ്, അപ്പോൾ W by G ഇൻറ്റു എ പോസിറ്റീവ് പ്ലസ് R1 പോസിറ്റീവ്, W താഴെ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് R1 ആണ് വേണ്ടത്. R1 ഈസ് ഈക്വൽ ടു W മൈനസ് W by G ഇൻറ്റു എ അല്ലേ. That means R1 is equal to W into 1 minus A by G. 1 minus A by G. So this is the magnitude of, you can see here, find the force exerted by man on the lift, on the floor of the lift when lift is moving downward. You can see this is the magnitude of force exerted by the man on the floor of lift when lift is moving downward. Lift is moving downward. In the second case, when lift is moving upward, lift is moving upward. Lift is moving upward, I am drawing the free body diagram of man. Actually W will be, weight of the man will be downwards. എങ്ങനെ നോക്കിയാൽ upward moving ആണെങ്കിലും downward moving ആണെങ്കിലും weight of the man will be towards, it will be downwards. Again R1 will be upwards. കാരണം R1 എന്ന് പറയുന്നത് R1 അല്ല, നമ്മളിപ്പോൾ R2 എടുത്തു. R2 എന്ന് പറയുന്നത് ലിഫ്റ്റിൻ്റെ റിയാക്ഷനാണ് ടുവേർഡ്സ് മാൻ ലിഫ്റ്റിൻ്റെ ഫ്ലോറിന് മുകളിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ ഓഫ് ലിഫ്റ്റ് ടുവേർഡ്സ് മാൻ. അതാണ് ഫ്ലോർ ഓഫ് ലിഫ്റ്റ് ടുവേർഡ്സ് മാൻ. പക്ഷേ സിൻസ് ദി ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്, acceleration will be towards downward. Acceleration will be upward, in upward direction. Movement upward direction. That means W by നമ്മൾ ഇനേഷ്യ ഫോഴ്സ് W by G into A എന്ന് പറയുന്നത് താഴേക്കായിരിക്കും. ഇനേഷ്യ ഫോഴ്സ് ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് ടേം W, R2 ആൻഡ് W by G into A, മൂന്ന് ഫോഴ്സ് ഉണ്ടല്ലോ, മൂന്ന് ഫോഴ്സിൻ്റെയും ഇക്വേഷൻ എഴുതാം, ഡൈനാമിക് ഇക്വേഷൻ. അപ്പോൾ അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ അപ്വേർഡ് എന്ന് പറയുന്നത് R2 മാത്രമേ ഉള്ളൂ, W താഴേക്കാണ് അല്ലേ, W താഴേക്കാണ്, W by G into A താഴേക്കാണ്. W by G into A താഴെ ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. കാരണം R2 ഈസ് ഈക്വൽ ടു W into 1 plus A by G എന്നുള്ള വാല്യൂ. So when lift is moving upward, the reaction, the force exerted by the man on the floor is W into 1 plus A by G ആണ്. When the lift is moving downwards, R1 is equal to W into 1 minus A by G ആണ്. Thus when lift is moving with the acceleration downward, the man exerts less force on the floor of the lift compared to the force exerted by man when the lift is moving upwards. കാരണം ഇവിടെ 1 plus A by G ആണ്, ഇവിടെ 1 minus A by G ആണ്.
അപ്പോൾ താഴേക്ക് പോകുമ്പോൾ മാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറവാണ് കമ്പയർഡ് ടു ലിഫ്റ്റ് അപ്വേർഡ് പോകുമ്പോൾ. ഓക്കെ, പക്ഷേ സപ്പോസ് ഇവിടെ the lift is moving upward, but the acceleration of lift is zero. That means lift is moving with an uniform velocity. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ടേം എന്തായി കട്ടായിപ്പോയി. സോ R2 വിൽ ബി W, R2 വിൽ ബി ഈക്വൽ ടു W. അപ്പോൾ അത് സാധാരണ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കേസാണ്. ഡയറക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. താഴേക്ക് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്, മുകളിലേക്ക് എന്തുണ്ട്? ലിഫ്റ്റിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആകെയുള്ള അത്ര മാത്രമാണ് റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ W is equal to R2 സെയിം, വേറെ ഒന്നും ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. അതേപോലെ തന്നെ ഈ കേസിലും A/G 0 ആയിട്ട് പോകും ആക്സലറേഷൻ ഇല്ലെങ്കിൽ. അപ്പോൾ ആക്സലറേഷൻ ഇല്ലെങ്കിൽ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്താലും മുകളിലേക്ക് മൂവ് ചെയ്താലും റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് വെയിറ്റിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നിന്ന് നിങ്ങൾ ഇൻഫർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഫർ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നൗ വിൽ മൂവ് ടു second problem. Okay, second problem. So second problem, a motor is traveling at a speed of 70 km/h, applies brakes and halts after skidding 50 meters. Determine the time required to stop the car. The coefficient of friction between the tires and the road. So this is an interesting problem. We have got a motor is traveling. എന്താണ്, സൈക്കിളാണോ കാർ? ദിസ് ഈസ് കാർ. ഓക്കെ, കാർ. ഒരു കാറുണ്ട്. കാറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ഈസ് 70 km/h. സോ ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്തോളൂ മീറ്റർ പെർ സെക്കൻഡിലേക്ക്. 70 × 5/18, ദാറ്റ് മീൻസ് 19.44 മീറ്റർ പെർ സെക്കൻഡ്. 19.44 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നൊരു കാറ് സഡൻലി അപ്ലൈസ് ബ്രേക്ക് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഹാൾട്ടഡ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആവുന്നുണ്ട്. ബ്രേക്ക് പിടിച്ച് ആ വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ട്, ഹാൾട്ട് ചെയ്യുന്നുണ്ട്. ഹാൾട്ട് ചെയ്യുക മീൻസ് വെലോസിറ്റി 0 ആയി. പക്ഷേ ഒരു 50 മീറ്റർ സ്കിഡ് ചെയ്തതിന് ശേഷം, അതായത് 70 km/h മൂവ് ചെയ്യുന്ന ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു 50 കിലോമീറ്റർ സ്കിഡ് ചെയ്ത് 50 മീറ്റർ സ്കിഡ് ചെയ്ത് 50 മീറ്ററിന് അപ്പുറമാണ് വണ്ടി സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ആവുന്നത്. റൈറ്റ്. സോ U is equal to 19.44, V is equal to 0 and distance traveled is 50 മീറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാവും ഒരു റിട്ടാർഡേഷനാണ് ഉണ്ടാവുക. റിട്ടാർഡേഷൻ. ഓക്കെ, നമുക്ക് ആദ്യം കാണുന്നത് ടൈം റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ കാറാണ്. ടൈം റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ കാർ കാണണമെങ്കിൽ ആദ്യം നമുക്ക് ആക്സലറേഷൻ കാണേണ്ടി വരും. കാരണം V is equal to U plus AT എന്നാണ്. S equal to UT plus half AT² ആണ്. V square is equal to U square plus 2S ആണ്. ഈ 3 ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് V ഉണ്ട്, U ഉണ്ട്, നമുക്ക് T ആണ് കാണേണ്ടത്. T കാണണമെങ്കിൽ ഇവിടെ A വേണം, A അറിയില്ല. അഗെയിൻ S ഉണ്ട്, നമുക്ക് S അറിയാം, U അറിയാം. T കാണണം, പക്ഷെ ഇവിടെയും A വേണം. A അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് T കാണാം. പക്ഷേ ഈ ഇക്വേഷൻ നോക്കുക, V ഉണ്ട്, U ഉണ്ട്, S ഉണ്ട്, A കാണാൻ പറ്റും. സോ V square is equal to U square plus 2AS. V square is equal to 0. U square means 19.44 whole square plus 2 into A into S means 50 meter. So you will obtain A as some minus value, so negative value. That means 3.78 meter per second square. അപ്പോൾ മൈനസ് വാല്യൂ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കുക അത് റിട്ടാർഡേഷൻ ആണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മൈനസ് വാല്യൂ കിട്ടിയില്ലെങ്കിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. If you are not obtaining a negative value means your calculation is wrong somewhere. You got mistaken. Okay. നെഗറ്റീവ് വാല്യൂ കിട്ടണം. കാരണം ഒരു സ്പീഡിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് വെലോസിറ്റി 0 എന്ന് വെച്ചാൽ അത് ഡിസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം.
സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ യു ഗോട്ട് ആക്സലറേഷൻ. നൗ യു നീഡ് ടു ഫൈൻഡ് ദി ടൈം. v is equal to u plus at. 0 is equal to 19.44 minus 3.78 into t. So t will be 19.44 by 3.78, some 5.14 seconds. അപ്പോൾ 5 സെക്കൻഡ് എടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഈ 70 km/h അല്ലെങ്കിൽ 19.44 m/s എന്നുള്ള സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വെലോസിറ്റി 0ലേക്ക് എത്താൻ 5.1, അതായത് 50 മീറ്റർ സ്കിഡ് ചെയ്ത് വെലോസിറ്റി 0ലേക്ക് എത്താൻ 5.14 സെക്കൻഡ്സ് എടുത്തു. 5.14 seconds എടുത്തു. So first question is answered. Time required to stop the car, 5.14. Now the second question is the coefficient of friction between the tire and the road. Important. So here comes the play of kinetics. കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. കാരണം വണ്ടി പെട്ടെന്ന് നിൽക്കുന്നില്ല, പക്ഷെ സ്കിഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ മോഷനും ഉണ്ട്. അപ്പോൾ അതൊരു ഡൈനാമിക് പ്രോബ്ലമാണ്. Now I am drawing the free body diagram of the car. Suppose the car has got a weight of W. W എന്നുള്ളൊരു വെയിറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് W വെയിറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു റിയാക്ഷൻ, കാറ് റോഡിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ കാർ വിൽ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ റോഡ്, and naturally the road will exert a reaction force. That reaction force is nothing but normal reaction. Again, since the car is moving in this direction, മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണെന്ന് എടുക്കുക. അസ്യൂം ചെയ്യുക എങ്ങോട്ടാണ്, റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ, മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കാരണം എഫ് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫ്രിക്ഷനാണ്. മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ്, റൈറ്റിലേക്കാണ്, പക്ഷേ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, കാരണം നെഗറ്റീവാണ്. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മോഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മോഷനാണ്. ആക്സലറേഷൻ ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക് ആയിരിക്കും, കാരണം ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് മോഷൻ. റിട്ടാർഡേഷൻ ആയതുകൊണ്ട് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ. അപ്പോൾ എയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്. എയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് റൈറ്റിലേക്കായിരിക്കും. സോ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ. ഇനേഷ്യ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ W/G, കാറിൻ്റെ മാസ് W/G ഇൻറ്റു എ ആണ്. ഓക്കെ, W/G ഇൻറ്റു എ. നൗ വി ക്യാൻ സോൾവ് ദിസ്. ടേക്ക് ദി ഫോഴ്സസ് നോർമൽ ടു നോർമൽ ഡയറക്ഷൻ, അതായത് ഓക്കെ വൈ ഡയറക്ഷൻ. സപ്പോസ് ഇത് വൈ ഡയറക്ഷൻ ആണെന്ന് ചോദിക്കുക, ഇത് എക്സ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ആദ്യം വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ്. വൈ ഡയറക്ഷനിൽ ഏതാ ഫോഴ്സ്? ആക്ച്വലി N മുകളിലേക്ക് -W താഴേക്ക്. ദാറ്റ് മീൻസ് N ഈസ് ഈക്വൽ ടു W. നോർമൽ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ കാർ. But you know that frictional force is nothing but mu into N. That means since N is equal to W, mu into W. Frictional force in the value mu W എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ പകരം എന്ത് ഇടാം? mu W എന്ന് ഇടാം. So now we'll move to the x direction force. The forces in x direction. അപ്പോൾ റൈറ്റിലേക്കുള്ളത് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ W/G ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് 3.78. ഇവിടെ നെഗറ്റീവ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഡയറക്ഷൻസ് ഒക്കെ അസ്യൂം ചെയ്തു. നമ്മളിതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ. എയുടെ വാല്യൂ അഗൈൻ -3.78 എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം മൈനസ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. കാരണം മൈനസ് ആയതുകൊണ്ട് ആക്സലറേഷൻ ഇങ്ങോട്ടാണ് എടുത്തു. ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്
ഇനേഷ്യ ഫോഴ്സിൻ്റെ ഇനേഷ്യ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് W/G × A എന്നുള്ളത് റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യും. ഞാൻ അഗെയിൻ എയുടെ വാല്യൂ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത ഡയറക്ഷൻസ് ഒക്കെ തിരിയും. അതുകൊണ്ട് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എടുക്കുക. W/G × 3.78 will be equal to minus F is equal to 0. Minus F is equal to 0. That means W/G × 3.78 minus mu W is equal to 0. And W gets cancelled. G is 9.81. So mu is equal to 3.78 by 9.81. It would be 0.385. The value of coefficient of friction is 0.385. 0.385. Okay. Now next problem. Two weights 800 Newton and 200 Newton are connected by a thread and they move along a rough horizontal plane under the action of force of 400 Newton applied to the 800 Newton weight as shown in this figure. The coefficient of friction between the sliding surface of weight and the plane is 0.3. Using D'Alembert's principle, determine the acceleration of the weight and tension in the thread. അപ്പോൾ ഇതൊരു മൂവിങ് ബോഡിയാണ് അല്ലേ, മൂവ് ചെയ്യുന്നുണ്ട്. 800 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡിയും 200 ന്യൂട്ടണിലുള്ള ഒരു ബോഡിയും ദേ ആർ കണക്റ്റഡ് വിത്ത് സം ത്രെഡ്സ് ആൻഡ് ഈ രണ്ട് കണക്റ്റഡ് ബോഡീസ് ഒരു 400 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ട് അവർ പുള്ള് ചെയ്യുന്നുണ്ട്. പുള്ള് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നുണ്ട്, മൂവിങ് ടുവേർഡ്സ് റൈറ്റ് ഡയറക്ഷൻ അല്ലേ, മൂവിങ് ടുവേർഡ്സ് റൈറ്റ് ഡയറക്ഷൻ. ആൻഡ് ദർ വിൽ ബി ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ രണ്ടിൻ്റെയും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 തന്നെയാണ്. അപ്പോൾ എന്താണ് ആക്സലറേഷൻ, അതായത് ഇവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ എത്രയാണ്, ടെൻഷൻ, ഈ ത്രെഡിലുള്ള ടെൻഷൻ എത്രയാണ്, ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ രണ്ട് ബോഡി ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് എന്ത് വരക്കാം, ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അപ്പോൾ ആദ്യത്തെ ബോഡി എടുത്തു, 800 ന്യൂട്ടൻ്റെ ബോഡി എടുത്തു. അപ്പോൾ താഴേക്ക് എന്തുണ്ട്, 800 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്. ഞാനിത് തൊട്ട് മുകളിൽ വരക്കാം. സോ ദിസ് ഈസ് 800 ന്യൂട്ടൺ, ഇതിൻ്റെ വെയിറ്റ്. 400 ന്യൂട്ടൻ്റെ പുള്ളുണ്ട്. സ്വാഭാവികമായിട്ടും മുകളിലേക്ക് വന്നിട്ട് ഒരു നോർമൽ റിയാക്ഷൻ. ഇത് സെക്കൻഡ് ബോഡി, ഇത് ഫസ്റ്റ് ബോഡി എടുത്തു. അപ്പോൾ ഇത് N2 എന്നുള്ള നോർമൽ റിയാക്ഷൻ ഉണ്ട്. മോഷൻ ഇങ്ങോട്ടല്ലേ, മോഷൻ ഇങ്ങോട്ടാണെങ്കിൽ ആക്സലറേഷൻ, ഇത് റിട്ടാർഡേഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആക്സലറേഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇനേഷ്യ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്ന് വെച്ചാൽ W/G × A ആണ്. W/G × A എന്ന് വെച്ചാൽ 800/G എന്ന് വെച്ചാൽ 9.81 × A എന്നുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ഒരു ഫോഴ്സും കൂടി ഉണ്ട്, എന്തായിരുന്നു, ഒന്നല്ല, ഇനിയും രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു മോഷൻ ആണ്, അത് F2 എന്നുള്ളൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. വേറൊരു ഫോഴ്സും കൂടി ഉണ്ട്, എന്തായിരുന്നു, ടെൻഷൻ. സപ്പോസ് ഈ ബോഡി, ഈ ത്രെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് വെച്ചാൽ ഒന്ന് സെക്കൻഡ് ബോഡിയിലേക്ക് T2, ഇത് ഇറ്റ് വിൽ ബി അണ്ടർ ടെൻഷൻ, മീൻസ് the tendency of the body, the thread is to get elongated. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും എവേ ഫ്രം ദ ത്രെഡ് ആയിരിക്കും. T1 T2 വിൽ ബി ആക്ടിങ് എവേ ഫ്രം ദ ത്രെഡ്. അങ്ങനെയാണെങ്കിൽ ത്രെഡിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഇങ്ങനെയാണെങ്കിൽ T2 എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ്, T2 ത്രെഡിൻ്റെ T2 ഇങ്ങോട്ടാണെങ്കിൽ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ T2 ഇങ്ങോട്ടായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം
ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ കോണ്ടാക്റ്റുള്ള രണ്ട് മെറ്റീരിയലിൽ ഫോഴ്സ് രണ്ടിലും കോമൺ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒന്നിൽ വരക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റായിരിക്കും മറ്റേതിൽ വരക്കേണ്ടത്. അപ്പോൾ T2 ഇങ്ങോട്ടാണ്. നമുക്ക് ടോട്ടൽ എത്ര ഫോഴ്സ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 1, 2, 3, 4 ഫോഴ്സ് കിട്ടി. വെർട്ടിക്കൽ ഡയറക്ഷനിൽ 800 ന്യൂട്ടണും N2 2 ഫോഴ്സ്. ഓക്കെ. ഇനി ഇവിടെ ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി. ഇത് ഫസ്റ്റ് ബോഡി എന്ന് വെച്ചാൽ ഫോഴ്സ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ. ടെൻഷൻ ഇതിൽ നേരെ തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ T1. അപ്പോൾ ഈ T1 T2 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടെൻഷനായിട്ട് എടുക്കേണ്ട. അതിൻ്റെ വാല്യൂ T സെയിം ആയിരിക്കും. കാരണം T എന്നുള്ളത് സെയിം, T1 വിൽ ബി ഈക്വൽ ടു T2. കാരണം ഒറ്റൊരു ത്രെഡ് സെയിം അല്ലേ, രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഒന്നുമല്ല, ഒറ്റ മെറ്റീരിയലാണ് ത്രെഡ്. അതുകൊണ്ട് T1 T2 എന്നുള്ള ഡിഫറെൻറ്റ് വാല്യൂ എടുക്കേണ്ട. ആക്ട് ചെയ്യുന്ന ടെൻഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, T തന്നെ ആയിരിക്കും. ഓക്കെ. ആൻഡ് വേറെ ഏത് ഫോഴ്സ് ഉണ്ട്? മുകളിലേക്ക് N1 ഉണ്ട്, സൈഡിലേക്ക് ഫ്രിക്ഷൻ F1 ഉണ്ട്. ആൻഡ് ഫൈനലി ദ ഇനേർഷ്യ ഫോഴ്സ് ലെഫ്റ്റിലേക്ക് തന്നെ, കാരണം മോഷൻ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് 800 ഇതിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. അതിൻ്റെ വെയിറ്റ് 200/9.81 ഇൻറ്റു A. നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം സോൾവ് ചെയ്യുന്ന പോലെ ഡയറക്റ്റ് സോൾവ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബോഡി എടുക്കുക. ഫസ്റ്റ് ബോഡി വെർട്ടിക്കൽ ഡയറക്ഷൻ Fy = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ N1 വിൽ ബി ഈക്വൽ ടു N1 മൈനസ് W എന്നുള്ളത് 0 ആണ്. ദാറ്റ് മീൻസ് ഗിവ്സ് N1 ഈക്വൽ ടു W. ദാറ്റ് മീൻസ് N1 ഈക്വൽ ടു 200 ന്യൂട്ടൺ. അപ്പോൾ N1 കിട്ടിക്കഴിഞ്ഞാൽ F1 എന്നുള്ളത് F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് μW ആണ്. ദാറ്റ് മീൻസ് μ.3 ആണ് ഇൻറ്റു 200. μW അല്ല, ആക്ച്വലി μN ആണ്, μN1 ആണ്. N1 എന്നുള്ളത് W ഈക്വൽ ആയതുകൊണ്ട് 0.3 ഇൻറ്റു 200. ദാറ്റ് മീൻസ് F1 ഈക്വൽ ടു 60 ന്യൂട്ടൺ കിട്ടും. 60 ന്യൂട്ടൺ. ഇനി സിഗ്മ F(x) ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സ്? T റൈറ്റിലേക്ക് പോസിറ്റീവ് എടുത്തു, ഇത് രണ്ടും ലെഫ്റ്റിലേക്ക്. അപ്പോൾ T മൈനസ് F1 മൈനസ് 200/9.81 ഇൻറ്റു A ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ദാറ്റ് മീൻസ് T മൈനസ് 60 മൈനസ് 200/9.81 A ഈക്വൽ ടു 60. ഇതവിടെ വെക്കാം. 60 അല്ല, 0 ഇതവിടെ വെക്കാം. കാരണം ഇതിൽ എയും അറിയില്ല ടിയും അറിയില്ല, രണ്ട് അൺനോൺ അവിടെ വെക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ബോഡി. നമുക്ക് സെക്കൻഡ് ബോഡി എടുക്കും. സെക്കൻഡ് ബോഡിയിൽ സിഗ്മ F(y) ഈക്വൽ ടു 0. അഗെയിൻ N2 ഈക്വൽ ടു W2 മീൻസ് 800 ന്യൂട്ടൺ കിട്ടും. N2 800 ന്യൂട്ടൺ കിട്ടും. അതുപോലെ F2 എന്നുള്ളത് μN2 അല്ലെങ്കിൽ 0.3 ഇൻറ്റു 800. ദാറ്റ് മീൻസ് 240 ന്യൂട്ടൺ കിട്ടും. സിഗ്മ F(x) എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് F(x) ഈക്വൽ ടു 0. അതിൽ എന്തൊക്കെയുണ്ട്? റൈറ്റിലേക്ക് 400 ന്യൂട്ടൺ, ലെഫ്റ്റിലേക്ക് F2 ഉണ്ട്, ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്, ടെൻഷനും ഉണ്ട് T. സോ മൈനസ് T മൈനസ് 800/9.81 A മൈനസ് F2 പ്ലസ് 400 ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് T പ്ലസ് 800/9.81 A ഈസ് ഈക്വൽ ടു 160 കിട്ടും. നേരത്തെ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ T മൈനസ് 200/9.81 A ഈസ് ഈക്വൽ ടു 60 കിട്ടും. സോ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. നിങ്ങൾക്കൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് അല്ലേ സോൾവ് ചെയ്യാറില്ലേ? ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. അപ്പോൾ ഓൾറെഡി 1 ഉണ്ട് 2 ഉണ്ട്. ഫ്രം 1 and 2 യൂസിങ് 1 and 2 യു വിൽ ഗെറ്റ് A as 0.981 meter per second square.
ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ടി മൈനസ് സംതിങ് ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 60. ഇത് ടി പ്ലസ് സംതിങ് ഈസ് ഈക്വൽ ടു 160. ഒരു കാര്യം ചെയ്താൽ മതി, 1 മൈനസ് 2 ചെയ്താൽ മതി. 1 2 സബ്ട്രാക്ട് ചെയ്താൽ ടി കട്ടാവും. ടി കട്ടായാൽ നമുക്ക് എയിലൊരു ഇക്വേഷൻ കിട്ടും അല്ലേ. 1 മൈനസ് 2 ചെയ്താൽ മതി. സബ്ട്രാക്ടിങ് 1 മൈനസ് 2, 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, നോക്കാം. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ ടി മൈനസ് 200 ബൈ 9.81 എ ഈസ് ഈക്വൽ ടു 60. ടി പ്ലസ് 800 ബൈ 9.81 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 160. 1 മൈനസ് 2, ഇത് 1 ഇത് 2, 1 നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി മൈനസ് 200 by 9.81 a minus 800 by 9.81 into a is equal to 60 minus 160 എന്ന് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ മൈനസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1000 മൈനസ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പോൾ 800 പ്ലസ് 200 എ എന്ന് പറയുന്നത് ഇത് ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ 1000 എ ബൈ 9.81 ഈസ് ഈക്വൽ ടു 100 ആൻഡ് എ, അവിടെ നിന്ന് എ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എ ഇതിലോ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി 80 ന്യൂട്ടൺ എന്ന് കിട്ടും. ടെൻഷൻ 80 ന്യൂട്ടൺ എന്ന് കിട്ടും. സോൾവ്. നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ടെൻഷനും ആക്സലറേഷനിലെ കാണാൻ പറ്റും. രണ്ടും കിട്ടിക്കഴിഞ്ഞു. സോ വെരി ഈസി. So with this, conclude this session. Thank you.